ഹലോ ഗേസ്, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 തരം പുഡിങ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനിതാ പുഡിങ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും തോനെ പുഡിങ്ങൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ചെറിയ പാക്കറ്റാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പിന്നെ വാങ്ങിച്ചപ്പം വലിയ പാക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അത് എത്ര എണ്ണം ഉണ്ട് നോക്കാൻ വേണ്ടി പൊളിച്ചതാണ്. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടാണ് ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇളനീര് വെച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പൾപ്പ് വെച്ചിട്ടും 2 തരം പുഡിങ് ഞാൻ ഇളനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതിനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ റെഡിയാക്കി എടുത്തു. ക്യാരറ്റ് പുഴുങ്ങി അതിൻ്റെ പൾപ്പ് അടിച്ച് വെച്ചു. ഇനി ഇതാ ഇളനീ നന്നായിട്ട് എടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പൊക്കെ ഇങ്ങനെ കോരി മാറ്റണം കേട്ടോ. ഇത് കുറച്ച് മൂത്ത ഇളനീ ആയതുകൊണ്ട് കുറച്ച് മസിൽ പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ അത് അടിച്ച് നന്നാക്കി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാണ്ട് കേട്ടോ. ഈ ഇളഞ്ഞി പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ പൊളിക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് ടാസ്ക്കുള്ളൊരു പരിപാടിയാണ്. കാരണം അത് പൊളിക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്ത് പോകുന്നൊരു പേടിയാണ്. അതുകൊണ്ട് വേറെ ഒരാളെ കൊണ്ട് പൊളിപ്പിച്ച് ഞാൻ പിന്നെ പൊളിച്ച് മാറ്റി വെള്ളമൊക്കെ റെഡിയാക്കി എടുത്തതാട്ടോ. അങ്ങനെ എല്ലാ പൾപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട. ഓക്കെ, ടാറ്റാ.